നമസ്കാരം. നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ നടൻ വിനായകൻ രംഗത്ത്. രൂക്ഷമായ ഭാഷയിലാണ് നടൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ സുരേഷ് കുമാറിന്റെ നിലപാടിനോടുള്ള എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ടെന്ന് ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതിയെന്നാണ് വിനായകൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. സിനിമ തന്റെയും തന്റെ കൂടെ നിൽക്കുന്നവരുടെയും കുടുംബ സ്വത്താണോ മേനക സുരേഷ് കുമാറെ? അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കേണ്ടെന്ന് തന്റെ ഭാര്യയോടും മകളോടും പോയി പറഞ്ഞാൽ മതി. ഞാനൊരു സിനിമാ നടനാണെന്നും ഞാൻ സിനിമ നിർമ്മിക്കുകയും ഡയറക്റ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യയാണ്, ജയ് ഹിന്ദ് എന്നാണ് വിനായകൻ കുറിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മലയാള സിനിമ നേരിടുന്ന പ്രതിസന്ധി വിവരിച്ച് നടനും നിർമ്മാതാവുമായ സുരേഷ് കുമാറും മറ്റ് നിർമ്മാതാക്കളും നടത്തിയ വാർത്താ സമ്മേളനം ഏറെ ചർച്ചയായി മാറിയ ഒന്നായിരുന്നു. പല നിർമ്മാതാക്കളും നാട് വിട്ടു പോകേണ്ട ഗതികേടിലാണുള്ളതെന്നും കഴിഞ്ഞ മാസം മാത്രമുണ്ടായ നഷ്ടം 110 കോടിയാണെന്നും മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിന്റെ 10 ഇരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നുമാണ് സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കൂടാതെ താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെയും സുരേഷ് കുമാർ പ്രതികരിച്ചിരുന്നു. ആർട്ടിസ്റ്റുകൾ എന്നാണ് പടം നിർമ്മിക്കാൻ തുടങ്ങിയതെന്നും കോവിഡിന് മുൻപ് ദിലീപും മോഹൻലാലും മാത്രമാണ് ഇവിടെ സിനിമ നിർമ്മിച്ചിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം കോവിഡിന് ശേഷം OTT പ്രചാരത്തിൽ വന്നതോടെയാണ് പ്രൊഡക്ഷൻ തുടങ്ങിയതും. എല്ലാം തനിക്ക് പോരട്ടെ എന്ന വിചാരമാണ് ഇതിന് പിന്നിലെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു. ജൂൺ 1 മുതൽ കേരളത്തിൽ സിനിമാ സമരം ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ അറിയിച്ചിരുന്നു. അതേസമയം ജൂൺ 1 മുതൽ സംസ്ഥാനത്തെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലാണ് സമരം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം 200 സിനിമകൾ ഇറങ്ങിയെങ്കിൽ 24 സിനിമകൾ മാത്രമാണ് ഓടിയത്. അതായത് വിജയം വെറും 12%. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾ കൊണ്ട് 10% നിന്ന് 12% എത്തിയതെങ്കിൽ കൂടിയും 176 സിനിമകൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. ഇതുണ്ടാക്കിയ നഷ്ടം 650 കോടി മുതൽ 750 കോടി രൂപ വരെയാണ്. കൂടാതെ പല നിർമ്മാതാക്കളും നാട് വിട്ടു പോകേണ്ട ഗതികേടാണ് ഇതുമൂലമുണ്ടായത്. ഇപ്പോൾ ഞങ്ങൾ ഓരോ മാസവും കണക്കുകൾ എടുത്ത് തുടങ്ങിയതായും സുരേഷ് കുമാർ അറിയിച്ചിരുന്നു. അത്തരത്തിൽ ഈ ജനുവരിയിലെ കണക്ക് പ്രകാരം പുറത്തിറങ്ങിയ 28 ചിത്രങ്ങളിൽ ഒരു സിനിമ മാത്രമായിരുന്നു സാമ്പത്തികമായി വിജയിച്ചുവെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ബാക്കിയെല്ലാം നഷ്ടമാണെന്നും എന്നാൽ ഇപ്പോൾ ഇറങ്ങിയ 2 ചിത്രങ്ങൾ തരക്കേടില്ലാതെ പോകുന്നുമുണ്ട്. അതിന്റെ കണക്കുകൾ അടുത്ത മാസമേ കിട്ടുകയുള്ളൂവെന്നും എന്നാൽ ഈ കഴിഞ്ഞ മാസത്തെ നഷ്ടം മാത്രം 110 കോടി രൂപ വരുമെന്നും സുരേഷ് കുമാർ പറയുന്നു. ഇങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി മുഴുവൻ തകർന്നടിഞ്ഞു പോകും. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത്. കൂടാതെ ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലേക്ക് വർദ്ധിച്ചുവെന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു.